ഓം ശാന്തി. മനസ്സിനെ ഏകാഗ്രമാക്കി ഞാൻ സ്വയം തന്നെ കാണുന്നു. പ്രകൃതിയുടെ തത്വങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ ശരീരത്തിൽ സ്ഥിതമായ ഞാൻ ഒരു ചേതന ആത്മാവാണ്. ഈ ശരീരമാകുന്ന വസ്ത്രം ധരിച്ച് വിശ്വനാടകത്തിൽ ഞാൻ എൻ്റെ റോൾ പ്ലേ ചെയ്യുന്നു. ഈ വിശാല സൃഷ്ടി രൂപി രംഗമഞ്ചത്തിൽ ഞാൻ ഒരു പാത്രത്തിൻ്റെ രൂപത്തിൽ എൻ്റെ പാർട്ട് അഭിനയിക്കുന്നു. ഞാനൊരു അഭിനേതാവാണ്. സർവാത്മാക്കളും ആക്ടേഴ്സാണ്. ഞാൻ എൻ്റെ പാർട്ടിനെ മുന്നിൽ കാണുന്നു. ഞാൻ അന്യ അഭിനേതാക്കളുടെ കൂടെ അഭിനയിക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ ഉത്തരവാദിത്വത്തോടെ എൻ്റെ ബെസ്റ്റ് പാർട്ട് അഭിനയിക്കുന്നു. ഏത് ദൃശ്യത്തെയും സാക്ഷിഭാവത്തിൽ കാണുന്നു. എനിക്ക് യാതൊരു ചിന്തയുമില്ല. ഈ സൃഷ്ടി ഡ്രാമ പെർഫെക്റ്റ് ആണ്, ആക്യുറേറ്റ് ആണ്. ഈ വിശ്വനാടകത്തിൽ സർവ ആത്മാക്കളും എൻ്റെ സഹോദരങ്ങളാണ്. അവരും പാർട്ട് അഭിനയിക്കുന്നു. സർവ ദൃശ്യങ്ങളിൽ നിന്നും ഞാൻ അനാസക്തമാണ്, അപ്രഭാവിതമാണ്. ഈ വിശ്വനാടക മഞ്ചത്തിൽ ഓരോ ആത്മാക്കളും തൻ്റെ സ്ക്രിപ്റ്റ് അനുസരിച്ച് റോൾ പ്ലേ ചെയ്യുന്നു. സർവരും നിർദോഷികളാണ്. ഈ വിശ്വനാടകത്തിൽ നടക്കുന്നതെല്ലാം സ്ക്രിപ്റ്റ് അനുസരിച്ചാണ്. സൃഷ്ടി ഡ്രാമയിൽ എനിക്ക് ബെസ്റ്റ് പാർട്ട് പ്ലേ ചെയ്യണം. ഞാൻ ബെസ്റ്റ് ആക്ടറാണ്. ശാന്ത സ്വരൂപമാണ്. പവിത്ര ആത്മാവാകുന്നു. ഭഗവാൻ എന്നെ ഓർമ്മിപ്പിക്കുകയാണ്, കുട്ടി, നീ ഹീറോ ആക്ടറാണ്. ഇത് 5000 വർഷത്തിന്റെ നാടകമാണ്. 5000 വർഷത്തിന് ശേഷം വീണ്ടും അതേപോലെ റിപ്പീറ്റ് ആകുന്നു. ആത്മാവിൽ സമ്പൂർണ്ണ ജന്മങ്ങളുടെ പാർട്ട് റെക്കോർഡഡ് ആണ്. അത് നടന്നുകൊണ്ടിരിക്കും. സ്വയം ഭഗവാൻ ഈ ഡ്രാമയുടെ ക്രിയേറ്ററാണ്, ഡയറക്ടറുമാണ്. സർവർക്കും റോൾ നൽകുന്നു. കർമ്മവും ഫലവും ഇതിന്റെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഓരോ ആക്ടും മുഴുവൻ ലോകവും കാണുന്നു, അതിനെ ഫോളോ ചെയ്യുന്നു. ഏതു പാർട്ടിന്റെ യോഗ്യനാണോ ഉള്ളത് അവർക്ക് ആ പാർട്ടി ലഭിക്കുന്നു. ഈ ഗുഹ്യ രഹസ്യത്തെ ഞാൻ മനസ്സിലാക്കുന്നു. ഡ്രാമ പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുന്നു. സത്യയുഗം മുതൽ കലിയുഗ അന്ത്യം വരെ നമ്മൾ പാർട്ട് അഭിനയിക്കുന്നു. ഭഗവാൻ ഈ ഭൂമിയിൽ ദേവാത്മാക്കളെ ജാഗ്രതമാക്കാൻ വന്നിരിക്കുകയാണ്. ഡ്രാമയുടെ ജ്ഞാനത്തിലൂടെ സ്ഥിതി അജൽ അഡോളാകുന്നു. ഞാൻ സമ്പൂർണ്ണ രൂപത്തിൽ ഡിറ്റാച്ച് ആകുന്നു.
അനാസക്തമാകുന്നു. ഡ്രാമയിൽ അതുതന്നെ സംഭവിക്കുന്നു. കൽപ്പം മുമ്പത്തെ പോലെ. നത്തിങ് ന്യൂ. ഈ ദൃഷ്ടികോണം ഞാൻ ഓരോ പരിതസ്ഥിതിയിലും ഉപയോഗിക്കുന്നു. എന്താണോ സംഭവിക്കുന്നത് അതുതന്നെ സംഭവിക്കണം. അതാണ് സത്യം. അവരവരുടെ കർമ്മത്തിന്റെ ഫലമാണ്. അപ്പോൾ സ്ഥിതി ശാന്തമാകുന്നു. ഡ്രാമയുടെ കളി വളരെ അക്യുറേറ്റ് ആണ്. പുണ്യാത്മാവായി മാറാൻ ഞാൻ ബാബയെ ഓർമ്മിക്കുന്നു. ഓർമ്മയിലൂടെ ആത്മാവിൽ പിടിച്ചിരിക്കുന്ന ക്ലാവ് നീങ്ങുന്നു. ആത്മാവ് പാവനമാകുന്നു. ഡ്രാമയുടെ സ്മൃതി ഉണ്ടെങ്കിൽ ഒരു കാര്യത്തിലും സംശയമുണ്ടാകില്ല. ഈ സൃഷ്ടി ഡ്രാമ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാണ്. ഞാൻ മനുഷ്യരിൽ നിന്നും ദേവതയാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഈശ്വരീയ മതത്തിലൂടെ ഞാൻ സ്വർഗത്തിന്റെ അധികാരിയാകുന്നു. ഞാൻ ബാബയുടേതായി കഴിഞ്ഞു. എന്റെ പഠിത്തവും ആരംഭിച്ചു. ഇതെന്റെ അന്തിമ ജന്മമാണ്. ഞാൻ കമലപുഷ്പം പോലെ പവിത്രമാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ ധർമ്മശ്രേഷ്ഠാത്മാവായിരുന്നു. പിന്നീട് രാവണന്റെ പ്രവേശനമുണ്ടായപ്പോൾ കർമ്മഭ്രഷ്ടരും ധർമ്മഭ്രഷ്ടരുമായി. കൽപ്പകൽപ്പം ബാബ എന്നെ സ്വർഗത്തിന് യോഗ്യനാക്കുന്നു. ഓരോരുത്തരുടെയും നിശ്ചിത പാർട്ടാണെന്നറിഞ്ഞുകൊണ്ട് നിശ്ചിന്തരായിരിക്കുന്നു. ഡ്രാമയുടെ മേലെ നിശ്ചയം വെക്കുന്നു. ഈ ചെറിയ സംഗമയുഗത്തിൽ നിന്നും പൂർണ്ണ സമ്പത്തെടുക്കുന്നു. ഓർമ്മയുടെ ബലത്തിലൂടെ ക്ലാവ് നീക്കി സ്വയം വജ്രസമാനമാകണം. മധുരമായ വൃക്ഷത്തിന്റെ സാപ്ലിംഗ് വെക്കാൻ യോഗ്യനാകണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ഒരു ബാബയുടെ ഓർമ്മയിൽ സദാ മഗ്നരായി ഏകരസാവസ്ഥയുണ്ടാക്കുന്ന സാക്ഷി ദ്രഷ്ടാവാകുന്നു. പരിധിയില്ലാത്ത ഡ്രാമയെ സാക്ഷിയായി കാണുമ്പോൾ ദുഃഖമായ സീനാണെങ്കിലും ചിരിക്കാനുള്ളതാണെങ്കിലും അനുഭവമൊന്നുമുണ്ടാകുന്നില്ല. അതുപോലെ ഓരോ പാർട്ടും സാക്ഷിയായി കാണണം. ഏകരസാവസ്ഥയിലിരിക്കണം. അപ്പോൾ ഒരു ബാബയുടെ ഓർമ്മയിൽ മഗ്നനായിരിക്കുന്ന അവസ്ഥയുണ്ടാകും. ദൃഢനിശ്ചയത്തോടെ തന്റെ ഭാഗ്യത്തെ നിശ്ചിതമാക്കുന്നു. സദാ നിശ്ചിന്തരായിരിക്കുന്നു. അവ്യക്ത ബാബയുടെ സൂചനയാണ്. നിശ്ചയത്തോടെ കർമ്മം ചെയ്യൂ. വിജയം എന്റേതായിരിക്കും. അനേക കൽപ്പം വിജയിയായിട്ടുണ്ട്. വിജയമാലയിലെ മണിയായിട്ടുണ്ട്. ഞാൻ പൂജനീയമാകുന്നു. ഇപ്പോൾ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ആകുന്നു. ഓം ശാന്തി.